പരിമള ആൻഡ് കോ നമ്മുടെ ജയറാം നായകനായിട്ടുള്ള ചിത്രമാണ്. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടേഴ്സ് ലിസ്റ്റ്, പ്രൊഡ്യൂസർ, മ്യൂസിക്. പടം ഒരു ആവറേജ് മൂവിയാണ്. പടത്തിനകത്ത് ജയറാമാണ് ഫാദർ ക്യാരക്ടർ, ഉർവശി മദർ ക്യാരക്ടർ, 2 പെമ്മക്കളുണ്ട്. ജയറാം തന്നെയാണ് നായകൻ. അച്ഛനായ കഥാപാത്രമാണ് നായകനായിട്ട് വരുന്നത്. പിന്നെ വില്ലനായിട്ട് അദ്ദേഹം നമ്മുടെ ചോക്ലേറ്റ് കോഫി, പിന്നെ പോലീസ് ഓഫീസർ, പിന്നെ ഒരമ്മാവനും ഒരു ചിറ്റപ്പനും. ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെയൊക്കെ ചില ക്യാരക്ടേഴ്സാണ് ഈ പടത്തിലുള്ളത്. പടത്തെക്കുറിച്ച് പറയുമ്പോൾ നായകൻ്റെ മകളെ പ്രണയിച്ച് പിന്തുടരുന്ന ഒരു ഗുണ്ട, അതായത് ഈ സാൻഡി മാസ്റ്റർ ചോക്ലേറ്റ് കോഫി, അങ്ങേരുടെ ശല്യം സഹിക്കാൻ മേലാതെ ജയറാമും ഭാര്യയും മക്കളോട് തീരുമാനം എടുക്കുവാണ്, അതിനെ നമുക്ക് കൊല്ലാം. പക്ഷേ ഇവരുടെ തീരുമാനം നടന്നില്ല. പ്ലാൻ ചെയ്തേ ഉള്ളൂ. അയാൾ മരണപ്പെടുന്നു, ഇവർ ചെയ്തതല്ല. പക്ഷേ ജയറാമിനും ഭാര്യയ്ക്കും മക്കൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയമാണ്. നീയാണോ കൊന്നത്, അച്ഛനാണോ കൊന്നത്, അമ്മയാണോ കൊന്നത്? അങ്ങനെ ഒരു ചോദ്യമായിട്ട് ഇവരെ പൂളും നടക്കുന്നുണ്ട്. ഈ പടം തീരുന്ന ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴേ ഉള്ളൂ ആരാണ് കൊന്നത് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം അത്രയ്ക്കൊരു ട്വിസ്റ്റാണ് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും കാണാവുന്ന പടമാണ്, ഒരു സമയം പോക്കാണ്. ഈ ഉർവശിയുടെ ക്യാരക്ടർ ജയറാമിനേക്കാളും ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ടിങ്ങിലൊക്കെ നല്ല ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. ജയറാം കുറച്ചുകൂടെ യങ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു യങ് ലേഡി വരുവായിരുന്നത് നല്ലതായിരുന്നു എനിക്ക് തോന്നി. ഉർവശി മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ബോഡി ലാംഗ്വേജ് നല്ല ഏജ് ഫീൽ ചെയ്യും. ഇവിടേക്ക് ഒരു അഭിരാമിയോ ഒരു 45-50 നിൽക്കുന്ന ഒരു ലേഡിയായിരുന്നു ബെറ്റർ ഈ ഒരു ക്യാരക്ടർ. പിന്നെ ഈ പടം കാണുമ്പം ദൃശ്യം, പാവനാശം, ഭരതനാട്യം, ബ്ലാസ്റ്റ് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ ഉരുണ്ട് പറഞ്ഞു വരും. എല്ലാം അതിൻ്റെ അകത്തു നിന്നൊക്കെ അത് ഇതൊക്കെ ആയിട്ട് എടുത്ത പോലെ നമുക്ക് തോന്നാം. എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഈ പെമ്മക്കള്, അച്ഛൻ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, വീട്ടിൽ കുഴിച്ചിടുക, വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുക, നമ്മൾ പെട്ടെന്ന് ദൃശ്യം മോഡൽ എന്നൊരു ചിന്ത വരിക. നമ്മുടെ കുഴപ്പമില്ല. ജോസഫ് ഈ പടം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും പാട്ടുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ കയറി വരും. ഇവിടെ ഉർവശിയുടെ ആ ക്യാരക്ടർ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലതായിരുന്നു. അവിടെ വേറൊരാളെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ പടം ബെറ്റർ ആവുമായിരുന്നു. ഇവരിപ്പം ഉർവശി ജയറാം കോംബോ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ പ്ലാൻ ചെയ്ത് പക്ഷേ അത് വർക്കൗട്ടായിട്ടില്ല. ഈ പടം കണ്ടവർ പലരും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പലർക്കും അത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക്. തമിഴ്നാട്ടിൽ പിന്നെ ഓടിയിട്ടുണ്ടായിരിക്കും. മലയാളത്തിൽ പ്രത്യേകിച്ച് ആർക്കും അങ്ങ് ഡൈജസ്റ്റ് ആയിട്ടില്ല. അതാണ് പ്രശ്നം. നാളത്തെ ജയറാമിൻ്റെ ഈ അഭിനയം കുറച്ച് നാളായിട്ടുണ്ട്. സ്ഥിരം കണ്ട അഭിനയം തന്നെയാണ് പുള്ളി എല്ലായിടത്തും പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജയറാം എന്ന് പറയുന്ന നടൻ്റെ അഭിനയം ആർക്കും ഇപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പിന്നെ പുള്ളിയുടെ അമിത വിനയം ആ ഇഷ്യൂസൊക്കെ കിടക്കുന്നതുകൊണ്ടും അതും ഇതിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. ഇപ്പോൾ ഈ ഉർവശിക്ക് ഈ മോളിൽ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പോലീസ് ഓഫീസർ ക്യാരക്ടർ പാണ്ടിപ്പടലാണ്. ഈ കഥയുടെ ഒരു പ്രശ്നം സ്ഥിരം പറഞ്ഞു പോകുന്ന സാധനങ്ങൾക്കകത്തൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടേ ഉള്ളൂ. ഒരു പുതുമയൊന്നും കഥയിലില്ല. ആ ഒരു സ്ഥിരം പറഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ ആ പടത്തെ ഒരുപക്ഷെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസാണ് പടം കാണുമ്പോൾ. ഈ യോഗി ബാബുവിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണറാണ് യോഗി ബാബു. ജയറാമിൻ്റെ ഒരു മകൾക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ശീലങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ഉള്ള ശീലങ്ങളൊക്കെ തന്നെയാണ്. മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം സമയത്ത് നിർത്തത്തില്ല, മൊബൈൽ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ ഓണാക്കത്തില്ല. ഇതൊക്കെ എല്ലാവരും പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആബ്സെന്റ് മൈൻഡഡ് ആയി പോകുന്നതാണ്. ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സാൻഡി മാസ്റ്റർ ചോക്ലേറ്റ് കോഫി, അങ്ങനെയുള്ള മുഖം തന്നെ ആ ഒരു വില്ലൻ സെറ്റപ്പ് ആണല്ലോ. ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു വിക്കറ്റ് വില്ലൻ്റെ എനിക്ക് തോന്നുന്നത് കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ഒരു മകളുടെ ഡ്രഗ് ഡീലറൊക്കെയാണ് അയാൾ. പക്ഷെ സമൂഹത്തിൽ നല്ല മാന്യനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഈ പോലീസ് ഓഫീസർ അണ്ണൻ അങ്ങനൊരു അൺഫിറ്റ് ആയിപ്പോയി. അതാ പ്രശ്നം പറ്റുക. ജയറാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അച്ഛൻ എന്നുള്ള കഥാപാത്രം, പിന്നെ ജയറാമിൻ്റെ ബ്രദർ, ഉർവശിയുടെ ബ്രദർ, 2 ക്യാരക്ടേഴ്സും സ്ഥിരം നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. പെമ്മക്കൾ 2 പേരും, ഒരാൾ സൈലൻ്റ് ആണ്, ഒരാൾ ഹൈപ്പർ ആക്റ്റീവാണ്. പിന്നെ വന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എല്ലാം നല്ല പെർഫോം. ഈ ഉർവശി മാത്രം എനിക്കൊരു മിസ്മാച്ച് ആയിട്ട് എനിക്ക് തോന്നി. പറ്റുന്നുണ്ടെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കുക. ZEE5 വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.